ദേശീയപാത മുണ്ടിയാട് എളയാവൂർ കിഴുത്തള്ളി ബൈപ്പാസിൽ സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ പേരിൽ നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ടി.ഒ. മോഹനൻ എം.എൽ.എയുടെയും ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. ദേശീയപാത തങ്കേക്കുന്ന് മുട്ടോളംപാറയിലും സംയുക്ത സംഘം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭൂമിയില്ലാത്ത സ്ഥലത്ത് റോഡ് നിർമ്മിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന ശ്രമകരമായ ജോലി അവിടെ ഉണ്ടാകും. അതുവഴി ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 45 മീറ്റർ റോഡിന് വേണ്ട സ്ഥലം അത് പൂർണ്ണമായും ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലത്ത് 30 മീറ്ററിൽ അധികരിച്ച സ്ഥലത്ത് കുറച്ച് വീതി കുറഞ്ഞതല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും 7 മീറ്റർ സ്ഥലം അവിടെ സർവീസ് റോഡ് നിർമ്മിക്കാനായിട്ടുണ്ട്. ഏതായാലും അന്നത്തെ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇന്ന് എല്ലാ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും പോയി നേരിട്ട് സന്ദർശിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അവരെ ബോധ്യപ്പെടുത്തിയത്. ഇത്തരം റോഡുകൾ നിർമ്മിക്കുന്നത് ജനങ്ങളുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മുട്ടോളംപാറയിൽ 5 കുടുംബങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. ഏകദേശം 250 മീറ്റർ ദൂരം അവർക്ക് വഴിയേ ഇല്ല. ദേശീയപാത തുറന്നു കൊടുക്കുന്നതിനൊപ്പം സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ പേരിലുള്ള നാടിന്റെ ആശങ്കകളും പരിഹരിക്കപ്പെടണമെന്ന് ജനകീയ കർമ്മസമിതി ഭാരവാഹികൾ എം.എൽ.എയും ജില്ലാ കളക്ടറും അടങ്ങിയ സംയുക്ത സംഘത്തോട് ആവശ്യപ്പെട്ടു. ഇതിനായുള്ള വിശദവിവര റിപ്പോർട്ടുകൾ ഉടൻ തയ്യാറാക്കണം. അസിസ്റ്റന്റ് കളക്ടർ എസ്. സ്വാതി, എൽ.എ. ഡെപ്യൂട്ടി കളക്ടർ എ.കെ. അനീഷ്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ. സുബൈർ, ദേശീയപാത അതോറിറ്റി കേരള ഡിവിഷൻ പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർഗ്, സൈറ്റ് എഞ്ചിനീയർ ഹരികേഷ് മിശ്ര, ദേശീയപാത നിർമ്മാണ കരാർ വിഭാഗം വിശ്വസമുദ്ര പ്രൊജക്ട് മാനേജർ കെ. ചക്രപാണി, സൈറ്റ് എഞ്ചിനീയർ എ.ജി. ശ്യാംലാൽ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംയുക്ത സ്ഥല പരിശോധനാ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു.